നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. വലിയ ചാഞ്ചാട്ടമാണ് ഈ വാരവും വിപണിയിൽ ഉണ്ടായത്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വിപണിയിൽ നഷ്ടം രേഖപ്പെടുത്തി നേരിയ നേട്ടം വ്യാഴാഴ്ച ഉണ്ടാകുന്നതും നമ്മൾ കണ്ടു. വലിയ വാർത്തകൾ ഈ വാരത്തിലൊന്നും വിപണിയെ സ്വാധീനിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കുവാൻ. അമേരിക്കൻ ഫെഡറൽ റിസർവിന്റെ പലിശ വർധന സംബന്ധിച്ച തീരുമാനം ഡിസംബറിൽ ഉണ്ടാകും എന്ന് കരുതുന്നു. വിദേശ ധനകാര്യ സ്ഥാപനങ്ങളാകട്ടെ അത്ര സജീവമായിരുന്നില്ല വിപണിയിൽ എന്നാണ് കണക്കുകൾ നൽകുന്ന സൂചന. കഴിഞ്ഞ വാരവും സമാന സാഹചര്യമാണ് വിപണിയിൽ ഉണ്ടായത്. 7ാം ശമ്പള കമ്മീഷന്റെ പ്രഖ്യാപനം കൺസ്യൂമർ മേഖലയിൽ ചില കമ്പനികൾക്ക് നേരിയ നേട്ടമുണ്ടാക്കിയെങ്കിലും മറ്റ് മേഖലകളിൽ വലിയ ചലനമുണ്ടാക്കിയില്ല. പൊതുവെ വിപണിയിൽ അത്തരം വാർത്തകളെ സ്വാധീനിക്കാത്ത ഒരു വാരമാണ് കടന്നുപോയത് എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും. അതുപോലെ ഹെഡ്ജ് ഇക്വിറ്റീസിന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ എൻ ഭുവനേന്ദ്രനാണ് മാർക്കറ്റ് വാച്ചിൽ പങ്കുചേരുന്നത്. ഭുവനേന്ദ്രൻ, ഈ വാരം പൊതുവെ എങ്ങനെ വിലയിരുത്താം? പൊതുവെ വലിയ മാറ്റങ്ങളില്ലാത്ത, വലിയ മുന്നേറ്റമില്ലാത്ത ഒരു വാരമായിട്ടാണ് കടന്നു പോകുന്നത്. ലാസ്റ്റ് വീക്ക് മാർക്കറ്റിൽ വലിയൊരു മേജർ ന്യൂസുകളൊന്നുമില്ല. അതേസമയത്ത് തന്നെ മാർക്കറ്റ് ബെയറിഷുമല്ല ബുള്ളിഷുമല്ല. കാരണം മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മേജറായിട്ടുള്ള യാതൊരു ന്യൂസുകളുമില്ല. ഓൾറെഡി ആ ബീഹാർ ഇലക്ഷന് ശേഷം മാർക്കറ്റ് ഒരു നെഗറ്റീവ് സോണിലേക്ക് മൂവ് ചെയ്തു. ഈ ഒരു ലെവലിൽ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യാനാണ് സാധ്യത. പക്ഷേ ഫർദർ മാർക്കറ്റിനൊരു അപ്പ് മൂവിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ന്യൂസുകൾ വേണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്കൊന്ന് ഇനി ഡിസംബറിൽ മാത്രമേ US-ന്റെ ഫെഡിന്റെ റേറ്റ് ഹൈക്ക് അങ്ങനെയുള്ള ന്യൂസുകളായിരിക്കാം മാർക്കറ്റിനെ അടുത്ത് ഒന്നുകിൽ ട്രെൻഡ് ബെയറിഷ് ആകണോ ബുള്ളിഷ് ആകണോ എന്ന് തീരുമാനിക്കുന്നത്. മേജറായിട്ടുള്ള ട്രിഗർ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഈ ഒരു ലെവലിൽ കൺസോളിഡേറ്റ് ചെയ്യാനാണ് സാധ്യത. വളരെ ഷാർപ്പായിട്ടുള്ള ഒരു ഫോളിനോ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു അപ്പ് മൂവിനോ ഉള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. അപ്പോൾ ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യും. രണ്ടാമത് ഇപ്പോൾ തേർഡ് ക്വാർട്ടർ റിസൾട്ട് മാർക്കറ്റിന്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല. അതിൻ്റെ ഒരു കൺസേൺ ഉണ്ട്. പൊളിറ്റിക്കലായിട്ട് വന്നിരിക്കുന്ന റീസെൻ്റായിട്ട് വന്നിരിക്കുന്നത് അതിൽ ഗ്ലോബലി വന്നിരിക്കുന്ന ചില ഇഷ്യൂസൊക്കെ തന്നെയാണ് മാർക്കറ്റ് ഇപ്പോഴും ഈ ഒരു ലെവലിൽ കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു സാധ്യത. ഓവറോൾ നമ്മൾ ലാസ്റ്റ് എപ്പിസോഡ് ഡിസ്കസ് ചെയ്ത പോലെ ബീഹാർ ഇലക്ഷന് ശേഷം മാർക്കറ്റിൻ്റെ ഓവറോൾ സെൻറ്റിമെൻറ്റ്സ് ഒരു വീക്കായി. അപ്പോൾ അതുപോലെ FIs കണ്ടിന്യൂസ് സെല്ലിംഗ് സൈഡിൽ ഈ മാസം എടുക്കുകയാണെങ്കിൽ വലിയൊരു ഫിഗർ തന്നെയാണ് സെല്ലിംഗ് സൈഡിൽ. ഈ വീക്കും 4 ദിവസത്തെ ഫിഗർ നമ്മൾ എടുക്കുകയാണെങ്കിൽ 2500 crore FIs നെറ്റ് സെല്ലിങ്ങിലാണ്. അപ്പോൾ FIസിൻ്റെ ഒരു ഹ്യൂജ് സെല്ലിംഗ് പ്രഷർ മാർക്കറ്റിന് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാൽ വലിയ ഫോളിൽ നിന്ന് മാർക്കറ്റിനെ രക്ഷിക്കുന്ന ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ വളരെ ശക്തമായി തന്നെ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് ടെക്നിക്കലി എങ്ങനെ കാണാം? ടെക്നിക്കൽ മൂവ്മെന്റ് നമുക്ക് അത്രത്തോളം അനലൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു മേജർ ഒരു വൈഡ് റേഞ്ച് മൂവ്മെന്റ് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ 7600 എന്ന് പറയുന്ന ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അതുപോലെ 7900, 8000, ഒരു 8100 ആണ് ഒരു മേജർ റെസിസ്റ്റൻസ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ 8100നും 7600നും മിഡിലായിട്ട് വരും ദിവസങ്ങളിൽ മാർക്കറ്റ് മൂവ് ചെയ്യാനാണ് സാധ്യത. അപ്പോൾ മേജർ ആയിട്ടുള്ള എന്തെങ്കിലും ന്യൂസുകൾ വരികയാണെങ്കിൽ മാത്രം, ഒരു മേജർ ന്യൂസുകൾ വരികയാണെങ്കിൽ തന്നെ ഈ രണ്ട് ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയും കുറവാണ്. ഈവൻ 7600 ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോകാനും 8100 എന്നുള്ള അപ്പർ സൈഡ് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയും കുറവാണ്. ഈ ഒരു ലെവലിൽ മാർക്കറ്റ് വരും ദിവസങ്ങളിൽ എനിക്കൊന്ന് കമ്മിങ് 1 മന്ത് ഈ ഒരു ലെവലിൽ മാർക്കറ്റ് മൂവ് ചെയ്യാനാണ് സാധ്യത. കാരണം മാർക്കറ്റിനെ ട്രിഗർ ചെയ്യിക്കുന്ന മേജറായിട്ടുള്ള ന്യൂസുകളൊന്നും തന്നെയില്ല. FIs കണ്ടിന്യൂസ് സെല്ലിംഗ് സൈഡിലാണ്. എനിക്കൊന്ന് നെക്സ്റ്റ് ഇയറോടുകൂടി ചിലപ്പോൾ FIs തിരിച്ചു വരാം. പക്ഷേ FIs തിരിച്ചു വരണമെങ്കിലും വീണ്ടും ഒരു ഏണിംഗ് സീസൺ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക, കുറച്ചൊരു ബെറ്റർ സൈൻ കാണുക. അതുപോലെ GST പോലെയുള്ള പാർലമെൻറ്റ് സെഷൻ തുടങ്ങാൻ പോകുന്നു, ഡിസംബറിലുണ്ടാകും. അതിൽ GSTയെക്കുറിച്ചൊരു കോംപ്രമൈസ് എന്തെങ്കിലും വന്നത് പാസ്സാകാനുള്ള സിറ്റുവേഷൻ. അതുപോലെ FIസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് FDIയെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ റീറ്റെയിലിൽ. അപ്പോൾ ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ വരികയാണെങ്കിൽ മാത്രമേ പതുക്കെ മാർക്കറ്റ് അപ്പർ സൈഡ് ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യതയുള്ളൂ. FIs തിരിച്ചു വരണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ മാർക്കറ്റിൽ റൈഡ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത സാഹചര്യത്തിൽ മാർക്കറ്റ് ഇങ്ങനത്തെ ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് മൂവ് ചെയ്യാനാണ് സാധ്യത. സെക്ടർ വൈസ് എങ്ങനെ കാണാം മാർക്കറ്റിനെ? സെക്ടർ വൈസ് ഇപ്പോഴത്തെ നമുക്കറിയാമല്ലോ, ഫാർമ സെക്ടറിലാണ് വളരെ ഷാർപ്പായിട്ടുള്ള ഒരു സെല്ലിംഗ്. പല ഡോക്ടർ റെഡ്ഡീസ് ഓൾമോസ്റ്റ് 28% ഡ്രോപ്പ് പോകുന്നു. പ്രധാനമായിട്ടും അവരുടെ US-ൽ എല്ലാ ഫാർമ കമ്പനികളുടെ സെയിൽസ് മോശമാകുന്നു. ഇപ്പോൾ സൺഫാർമ എടുക്കുകയാണെങ്കിൽ 43% സൺഫാർമയുടെ റിസൾട്ട് മോശമായത്. ആ സ്റ്റോക്കും 30-35% ഡ്രോപ്പ് ആ സ്റ്റോക്കിലും വന്നു. അതുപോലെ ലൂപ്പിൻ, അങ്ങനെ ഈ സെക്ടറൊക്കെ തന്നെ കുറച്ച് നെഗറ്റീവാണ്. ഇതിൽ പ്രധാനമായിട്ടും സൺഫാർമയുടെ ടോറോ എന്ന് പറയുന്ന അവരുടെ US-ൽ അവരുടെ സെയിൽസ് മോശമാകുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊരു അസസ്മെൻറ്റ് കൃത്യമായിട്ട് എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ എനിക്കൊന്ന് കുറച്ചും കൂടെ നമ്മുടെ ഡൊമസ്റ്റിക് സെയിൽസിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന സിഞ്ചൻ, അതുപോലെ നമ്മൾ തന്നെ സിപ്ല പോലെയുള്ള കമ്പനികളിലേക്ക് ഫാർമയിൽ ഫോക്കസ് പോകുന്നതായിരിക്കും നല്ലത്. ഇതിന് കുറച്ചുകൂടെ ഡോക്ടർ റെഡ്ഡീസൊക്കെ ഓൾമോസ്റ്റ് 28% കറക്റ്റ് ചെയ്തു. അതുപോലെ തന്നെ സൺഫാർമയിൽ ലൂപ്പിനിലൊക്കെ ഷാർപ്പായുള്ള കറക്ഷൻ നേരിട്ടെങ്കിലും
ഇതിൻ്റെ ഫ്യൂച്ചർ എങ്ങനെയാണ്? വീണ്ടും US സെയിൽസ് മോശമാകുമോ എന്നുള്ള കൺസേൺ നിലനിൽക്കുന്നതുകൊണ്ട് കുറച്ചുകൂടെ പേഷ്യൻസ്. വാല്യുവേഷൻ ഫെയർ ആണ്, വളരെ ഷാർപ്പായിട്ടുള്ള സെല്ലിംഗ് സംഭവിച്ചു, പക്ഷെ കുറച്ചുകൂടെ ചിലപ്പോൾ ഡൗൺ സൈഡിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. എനിക്കൊന്ന് 1-2 വീക്ക് ഒന്ന് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം അതിനകത്തൊരു ബൈ റെക്കമെൻഡേഷനോ ഒരു എക്സ്പോഷർ എടുക്കുന്നതായിരിക്കും നല്ലത്. ഓൾറെഡി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ നിക്ഷേപകർ കുറച്ചുകൂടെ പേഷ്യൻസ് കാണിക്കുക. ഈ സ്റ്റോക്ക് ലോങ് റണ്ണിൽ നന്നാവും, പക്ഷേ US സെയിൽസ് എന്തുകൊണ്ട് മോശമാകുന്നു എന്നുള്ളത് അതിൽ FDA എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ തന്നെ ഈ ഫാർമ സ്റ്റോക്കുകളെ ഇൻഫ്ലുവൻസ് ചെയ്യും. ദെൻ അടുത്ത സെക്ടർ ഞാൻ ചോദിക്കും, ഇൻഫോസിസിൻ്റെ ഔട്ട്ലുക്ക്. അവർ US ഇൻട്രസ്റ്റ് റേറ്റ് കുറേ കൂട്ടുകയാണെങ്കിൽ അവരുടെ സെയിൽസ് മോശമാകാൻ മാർജിൻ പ്രഷർ വരും എന്നുള്ളൊരു കമൻറ്റ് വന്നു. അതാണ് ആ സ്റ്റോക്കിൽ വലിയൊരു ഷാർപ്പായിട്ടുള്ള ഫോൾ വന്നു. പക്ഷേ അത് വളരെ ഇയർലി ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതേസമയത്ത് ഇയർലി ഔട്ട്ലുക്കിലോ അവരുടെ മാർജിനിലോ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. അപ്പോൾ അത് IT സെക്ടറിലും US റിലേറ്റഡ് ആയിട്ടുള്ള ഈ 2 സെക്ടറാണ് വളരെ നന്നായി പെർഫോം ചെയ്ത IT-യും ഫാർമയായിരുന്നു. ഫ്രണ്ട് റൺ IT-യും ഫ്രണ്ട് റൺ ഇതിൽ രണ്ടിലും ഇങ്ങനെ ഒരു കൺസേൺ നിലനിൽക്കുന്നു. അതിന് കുറച്ചുകൂടെ ക്ലാരിറ്റി വരണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഡിസംബർ സീരീസ് കഴിയുമ്പോൾ മാത്രമേ വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റി ലഭിക്കുകയുള്ളൂ. എന്തായാലും ഈ 2 സെക്ടറും, ഇപ്പോൾ ഇൻഫോസിസ് എടുത്താലും ആ IT സെക്ടറിൽ എന്തായാലും ഒരു മാർജിൻ പ്രഷർ, മാനേജ്മെൻറ്റ് അങ്ങനെ ഒരു വ്യൂ കൊണ്ടുവന്നതിൻ്റെ റീസൺ ചിലപ്പോൾ ഒരു മാർജിൻ പ്രഷർ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് വരാനിരിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് ആയിരിക്കാം അവർ കൊടുത്തത്. അപ്പോൾ ഈ 2 സെക്ടർ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറച്ചൊരു നെഗറ്റീവാണ്, പക്ഷേ വാല്യുവേഷൻ ഫെയറായി മൂവ് ചെയ്യുന്നു. കാരണം ഓൾറെഡി ഈ സ്റ്റോക്കിലെല്ലാം തന്നെ വളരെ ഷാർപ്പായിട്ട് ഈ നോസ് ഡിസ്കൗണ്ട് ചെയ്തു പോവുകയാണ്. ഫർദർ എന്തെങ്കിലും ബാഡ് ന്യൂസ് വരികയാണെങ്കിൽ മാത്രമേ ഈ 2 സെക്ടർ, പ്രത്യേകിച്ച് ഇൻഫോസിസും സൺഫാർമ റെഡ്ഡീസും ഒക്കെ വീണ്ടും കറക്റ്റ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുള്ളൂ. ഇപ്പോഴത്തെ രീതിയിൽ വാല്യുവേഷൻ ഫെയർ ആണ്, പക്ഷേ കുറച്ചുകൂടി ക്ലാരിറ്റി വന്നതിന് ശേഷം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. മാർക്കറ്റ് വാച്ചിൽ ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഈ ആഴ്ച ലഭിച്ച കത്തുകൾ പരിശോധിക്കാം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ആഴ്ച ലഭിച്ച മെയിലുകൾ പരിശോധിക്കുന്നു. ആദ്യം ശ്രീ സന്ദീപിന്റെ മെയിലാണ്. അദ്ദേഹത്തിന്റെ പോർട്ട്ഫോളിയോ അദാനി പോർട്സ്, ടാറ്റ സ്റ്റീൽ, അശോക് ലേലാൻഡ്, സെഞ്ചുറി, സിൻടെക്സ്, ഐലൻഡ് എഫേഴ്സ്, SBI, അദാനി പവർ. അദാനി പോർട്ട് ഇപ്പോഴത്തെ വാല്യുവേഷൻ ഫെയർ ആണ്, ഓൾറെഡി ഒരു കറക്ഷൻ നേരിട്ടതാണ്. ഇപ്പോഴത്തെ അഗൈൻ 250 ലെവലിലേക്ക് സ്റ്റോക്ക് വരികയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പരിഗണിക്കാം. ദെൻ 200 2 സപ്പോർട്ട് ലെവലാണ്. 320 സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. വാല്യുവേഷൻ ഫെയർ ആണ്, ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. പക്ഷേ ഇമ്മീഡിയറ്റ് മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ള റൈഡിനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് പേഷ്യൻസോടുകൂടി അടുത്തൊരു 6 to 1 year ടൈം ഫ്രെയിമോട് കൂടിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, അതിനിടയിൽ എന്തെങ്കിലും FIS തിരിച്ചു വരുന്ന ഏതെങ്കിലും പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ വരികയാണെങ്കിൽ മാത്രമേ മാർക്കറ്റിലും ഈ സ്റ്റോക്കിലും ഒരു റൈഡ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അടുത്ത കമ്മിങ് 6 months എന്ന് പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റിനുള്ളൊരു ടൈം ഫ്രെയിം ആയിരിക്കും. ദെൻ ടാറ്റ സ്റ്റീലാണ് ഗ്ലോബൽ സെൽ ഓഫ്. അതിൻ്റെ റീസൺ തന്നെയാണ്, കാരണം കമ്മോഡിറ്റി പ്രൈസിൽ ഉണ്ടായിരുന്ന ഫോൾ തന്നെയാണ് ഈ സ്റ്റോക്കിനെ എഫക്റ്റ് ചെയ്തിരിക്കുന്നത്. 210 and 180, ഈവൻ 200 ബിലോ വീണ്ടും ഈ സ്റ്റോക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. 270 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. 270 ലെവൽ വരികയാണെങ്കിൽ എക്സിറ്റ് ചെയ്ത് വീണ്ടും റീ എൻട്രി ചെയ്യുന്നതായിരിക്കും നല്ലത് ഇപ്പോഴത്തെ സാഹചര്യം വിലയിരുത്തുമ്പോൾ. ദെൻ അശോക് ലേലാൻഡ് ആണ്. അശോക് ലേലാൻഡ് 82 ലെവലിലേക്ക് വരികയാണെങ്കിൽ 2 സ്റ്റേജായി അശോക് ലേലാൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. ഇപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഒരു മേജർ റെസിസ്റ്റൻസ് ലെവലിലാണ് ഹോൾഡ് ചെയ്യുന്നത്. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കുകയാണെങ്കിൽ 82 and 76 2 സപ്പോർട്ട് ലെവൽ വരികയാണെങ്കിൽ ഈ സ്റ്റോക്ക് തീർച്ചയായിട്ടും നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 100 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. 100 ഒരു മേജർ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ആ ലെവൽ വളരെ ക്ലോസ് ആയി വാച്ച് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുക. അതല്ല മാർക്കറ്റിൽ ഒരു കറക്ഷൻ നേരിട്ടു 82 ലെവലിലേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, ദെൻ സെക്കൻഡ് സപ്പോർട്ട് ലെവൽ 76. 2 സ്റ്റേജായി ഈ സ്റ്റോക്കിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. ദെൻ സെഞ്ചുറി പ്ലൈ ആണ്. ഈ സ്റ്റോക്കിൽ ഡെറ്റ് കൂടുതലാണ്, അതുകൊണ്ട് ഒരു കോഷ്യസ് അപ്രോച്ച് ആയിരിക്കും നല്ലത്. 160 and 140 ലെവൽ, ഈവൻ 150 ലെവൽ ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റിന് ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ പരിഗണിക്കാം. കമ്പനിയെ സംബന്ധിച്ച് നെഗറ്റീവ് എന്ന് പറയുന്നത് ഇവരുടെ ഡെറ്റ് തന്നെയാണ്. അതൊരു കോഷ്യസ് അപ്രോച്ച് ആയിരിക്കും നല്ലത്. 200 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ സിൻടെക്സ് ആണ്, ഒരു ബൈ അഡ്വൈസബിൾ ആണ് ഈ സ്റ്റോക്കിൽ. ഇപ്പോഴത്തെ വാല്യുവേഷൻ ഫെയർ ആണ്. 90 and 82 ലെവൽ വരാനുള്ള സാധ്യത കുറവാണ്. ഇപ്പോൾ ഈവൻ കറണ്ട് ലെവൽ പോലും ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 110 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. ആ ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്കാണ് സിൻടെക്സ്. ദെൻ ഐലൻഡ് ഓഫ് എഞ്ചിനീയറിംഗ് ആണ്. ഈ സ്റ്റോക്കിലും ഡെറ്റ് കൂടുതലാണ്. തൽക്കാലം ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. 50 ലെവൽ വരികയാണെങ്കിൽ ഒരു വാല്യുവേഷൻ ഫെയർ ആവും, ഇപ്പോഴത്തെ ഡെറ്റ് ജസ്റ്റിഫൈയും. അങ്ങനെ ഒരു ലെവൽ വരികയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കുക. 73 സ്റ്റോക്കിൽ നിന്നൊരു എക്സിറ്റ് പോയിന്റ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്നതായിരിക്കും നല്ലത്.
ദെൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വാല്യുവേഷൻ ഫെയർ ആണ്. പേഷ്യൻസോട് കൂടിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് തീർച്ചയായിട്ടും അഡ്വൈസബിൾ ആണ്. 230, 210, 210 വരണമെങ്കിൽ മേജറായിട്ടുള്ള ന്യൂസ്, നെഗറ്റീവ് ന്യൂസ് വരികയാണെങ്കിൽ മാത്രമേ ആ ലെവൽ പോകാൻ സാധ്യതയുള്ളൂ. 2 ക്വാർട്ടർ റിസൾട്ട് മോശമായിരുന്നു. NPA കൺസേൺ തന്നെയാണ് പബ്ലിക് സെക്ടർ ബാങ്കുകളിലൊക്കെ വാല്യുവേഷൻ ഈ ലോവർ വാല്യൂവിൽ കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു സാധ്യത കാണുന്നത്. പക്ഷേ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ SBI തീർച്ചയായിട്ടും വളരെ ശക്തമായിട്ട് തിരിച്ചു വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പബ്ലിക് സെക്ടർ ബാങ്ക് എന്നുള്ള രീതിയിൽ ഇൻവെസ്റ്റേഴ്സിന് ഇപ്പോഴത്തെ വാല്യുവേഷൻ ഫെയർ ആണ്, ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 270 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ അദാനി പവർ ആണ്. വാല്യുവേഷൻ ഫെയർ ആണ്, ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 26 and 20 ഈ ലെവൽ വരികയാണെങ്കിൽ മാത്രം, 26 ഇമ്മീഡിയറ്റ് ഒരു സപ്പോർട്ട് ലെവലാണ്. ആ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഡൗൺ സൈഡ് പോകാൻ സാധ്യതയുള്ളൂ. പക്ഷേ 26 ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്ന ലെവൽ തന്നെയാണ്. 35 സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് കാണുന്നു. എനിക്കൊന്ന് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള സ്റ്റോക്കുകളിലേക്ക് ഫോക്കസ് പോകുന്നത് നന്നായിരിക്കും. ഇതിൽ പല സ്റ്റോക്കുകളും ഇപ്പോഴത്തെ വാല്യുവേഷൻ വളരെ ഫെയർ തന്നെയാണ്. പക്ഷേ എനിക്കൊന്ന് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള VIP ഇൻഡസ്ട്രീസ്, ഡാബർ പോലെയുള്ള ചെറിയ സ്റ്റോക്ക്, ഐഷർ കുറച്ച് വാല്യുവേഷൻ ഫെയർ ആണ്. ഐഷർ, കോപ്രാനൊക്കെ തന്നെ വളരെ നല്ല ബൈ. ഇപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കാവുന്ന ഒരു പോർട്ട്ഫോളിയോ കോപ്രാൻ വാല്യുവേഷൻ നല്ല ഫെയർ ആണ്. ഇപ്പോഴത്തെ മൊമെൻറ്റം പോലും പോസിറ്റീവാണ്. അതുപോലെ തന്നെ ഐഷർ മോട്ടോഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. VIP ഇൻഡസ്ട്രീസ് പരിഗണിക്കാം. ഡാബർ. അപ്പോൾ ഈ പോർട്ട്ഫോളിയോയുടെ കൂടെ ഈ സ്റ്റോക്ക് കൂടി പരിഗണിക്കുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. നെക്സ്റ്റ് വീക്കൊക്കെ തന്നെ ഒരു മൊമെൻറ്റം പോസിറ്റീവ് ആകാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ്. മറ്റ് നിക്ഷേപകരും ശ്രദ്ധിക്കുക. ഇതിൽ കോപ്രാൻ, ഐഷർ, VIP ഇൻഡസ്ട്രീസ് ആൻഡ് ഡാബർ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കുക. അടുത്ത കത്തിലേക്ക് പോകുന്നു. ശ്രീ രാമ അയ്യരുടെ മെയിലാണ്. അദ്ദേഹത്തിൻ്റെ കൈവശം ഇറോസ് ഇന്റർനാഷണൽ മീഡിയ 75 സ്റ്റോക്കുണ്ട്. 298 അദ്ദേഹത്തിൻ്റെ ആവറേജ് പ്രൈസ്. ഈ സ്റ്റോക്ക് എന്ത് ചെയ്യണം? ഹോൾഡ് ചെയ്യണോ അതോ സെല് ചെയ്യണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇറോസ് മീഡിയ വളരെ ഫെമിലിയർ ആയിട്ടുള്ള സ്റ്റോക്കാണ്. ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്. ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാം. ചെറിയ റിസ്ക് നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇതിനൊരു ബൈബാക്കിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതുകൊണ്ട് ഇദ്ദേഹം ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. 200 and 170 ഈ ലെവൽ വരികയാണെങ്കിൽ വീണ്ടും ഈ സ്റ്റോക്കിൽ എക്സ്പോഷർ അഡ്വൈസബിൾ ആണ്. ഒരു ബൈബാക്ക് കാൻഡിഡേറ്റ് ആണ്. അതിനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നു. അതുകൊണ്ട് ഫ്രഷ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ വാല്യൂഷൻ കുറച്ചൊരു ഹൈ ആണ്. ചെറിയൊരു കറക്ഷൻ സംഭവിക്കുമ്പോൾ ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കുക. 300 ലെവലിലേക്ക് വരികയാണെങ്കിൽ ഇദ്ദേഹം ആ സ്റ്റോക്ക് എക്സിറ്റ് ചെയ്ത് റീ എൻട്രി ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ആയിരിക്കും നല്ലത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുക. വീണ്ടും 200 ലെവലിലേക്ക് ഈ സ്റ്റോക്ക് വരികയാണെങ്കിൽ ഒന്നുകൂടി ആവറേജ് ചെയ്യുന്നത് നന്നായിരിക്കും. മാർക്കറ്റ് വാച്ചിൽ ഒരു ഇടവേള കൂടി. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. അടുത്ത കത്തിലേക്ക് പോകുന്നു. ശ്രീ ആന്റണി, അദ്ദേഹത്തിൻ്റെ സ്റ്റോക്കുകൾ അംബുജ സിമെൻറ്റ്സ്, ആസ്ട്ര മൈക്രോവേവ് പ്രൊഡക്ട്സ്, കാസ്റ്റക്, ധനലക്ഷ്മി ബാങ്ക്, IOB, JP അസോസിയേറ്റ്, KSK എനർജി, കോപ്രാൻ, സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആൻഡ് യൂക്കോ ബാങ്ക്. ഇതിൽ ഫണ്ടമെന്റലി സൗണ്ട് എന്ന് പറയാവുന്ന സ്റ്റോക്ക് ഇപ്പോൾ അംബുജ സിമെന്റ് ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാവുന്ന, കോപ്രാൻ ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാവുന്നതാണ്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്. ബാക്കി സ്റ്റോക്കുകളൊന്നും അത്രത്തോളം ഫണ്ടമെന്റലി സൗണ്ട് അല്ല. ഈവൻ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് റിസൾട്ട് മോശമാണ്. ആ സ്റ്റോക്കിന്റെ വാല്യുവേഷൻ ഫെയർ ആണ്. ഇങ്ങനെ കുറച്ച് സ്റ്റോക്കുകൾ മാത്രമേ ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാൻ പറ്റുന്നുള്ളൂ. ഇൻവെസ്റ്റേഴ്സ് കുറച്ചുകൂടി നല്ല പോർട്ട്ഫോളിയോക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. ഇപ്പോഴത്തെ ടൈം ഇറ്റ്സ് എ റൈറ്റ് ടൈം ടു ബിൽഡ് എ പോർട്ട്ഫോളിയോ. കാരണം മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് മൂവ് ചെയ്യുന്നു. മേജറായിട്ടുള്ള ന്യൂസുകളൊന്നുമില്ല. അപ്പം നമ്മൾക്ക് ഏറ്റവും റൈറ്റ് ടൈമാണ് നല്ലൊരു പോർട്ട്ഫോളിയോ സെല് ചെയ്ത് ബിൽഡ് ചെയ്യാനുള്ള. അതിൽ ഫ്രഷ് ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയൊരു സാഹചര്യമാണ്. കാരണം എല്ലാ നെഗറ്റീവ് ന്യൂസാണ്. പക്ഷേ മാർക്കറ്റിൽ റൈഡ് ഉണ്ട്. അടുത്തൊരു 3 years എന്ന് പറയുന്ന ഇന്ത്യൻ മാർക്കറ്റിൽ വളരെ ഷാർപ്പായുള്ള റൈഡിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു 3 year ടൈം ഫ്രെയിമോടുള്ള ഇൻവെസ്റ്റേഴ്സിന് നല്ല റിട്ടേൺ നൽകാനുള്ള സാധ്യതയുണ്ട്. കമ്മിങ് 6 months ഒരു ഇൻവെസ്റ്റ്മെന്റ് പീരീഡ് ആയിരിക്കും. കാരണം FIs ഒക്കെ കാരണം FIസിന്റെ ലാസ്റ്റ് 1 year ഒരു ഹ്യൂജ് വിഡ്രോവൽ FIസിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ റീറ്റെയിലേഴ്സ് ശക്തമാകുന്നു. അതോടൊപ്പം തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ശക്തമായിട്ടുള്ള ബൈയിങ് സൈഡിലാണ്. അപ്പോൾ FIs കൂടെ വരികയാണെങ്കിൽ മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ള റൈഡിനുള്ള സാധ്യതയുണ്ട്. അത് ഇമ്മീഡിയറ്റ് വരാനുള്ള സാധ്യതയില്ല. പക്ഷേ അത് മാർക്കറ്റ് ശക്തമായി തന്നെ തിരിച്ചു വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു റൈറ്റ് ടൈമാണ് നമുക്കൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ. ഇതിൽ അംബുജ സിമെന്റ് 190 and 175 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 220 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. അതിൽ ആസ്ട്ര മൈക്രോ വാല്യൂഷൻ ഫെയർ ആണ്. 130 and 110 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 200 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ കാസ്റ്റക് ടെക് ഫണ്ടമെന്റലി സൗണ്ട് അല്ല. 10 and 7 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 32 ആണ് സ്റ്റോക്കിൽ ഒരു മേജർ ടാർഗറ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന. ഒരു അത്രത്തോളം ഇൻവെസ്റ്റ്മെന്റിന് അഡ്വൈസബിൾ അല്ല. പക്ഷേ വാല്യുവേഷൻ ഫെയർ ആണ്. ദെൻ ധനലക്ഷ്മി ബാങ്ക് എനിക്ക് തോന്നുന്നില്ല അതൊരു ഇൻവെസ്റ്റ്മെന്റിന് പറ്റിയൊരു കാൻഡിഡേറ്റ് ആണെന്ന് തോന്നുന്നില്ല. തൽക്കാലം അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് 28 ലെവൽ വരികയാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാം.
ദെൻ JP അസോസിയേറ്റ്സ്, ഇതൊക്കെ ഹ്യൂജ് ഡെറ്റിൽ നിൽക്കുന്ന കമ്പനിയാണ്. മാർക്കറ്റിൽ ഒരു ബുൾ റൈഡ് സംഭവിക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കിലൊക്കെ തന്നെ ഒരു റൈഡ് സംഭവിക്കുക. അല്ലാത്ത സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ടൈം കൺസ്യൂം ചെയ്യുന്നൊരു സ്റ്റോക്കായിരിക്കും. ആ ഡിസിഷൻ അദ്ദേഹം എടുക്കുന്നതായിരിക്കും നല്ലത്. ദെൻ KSK എനർജി, ഡെറ്റ് കൂടുതലാണ്. 32 and 28 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 44 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ സൗത്ത് കോപ്രാൻ, ഞാൻ നേരത്തെ പറഞ്ഞു, കോപ്രാൻ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്നൊരു സ്റ്റോക്കാണ്. 56 and 50, ഇപ്പോൾ 63 ലെവലിലാണ്. അടുത്തൊരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് ഈ സ്റ്റോക്ക്, ഈവൻ കറണ്ട് ലെവൽ പോലും ലോങ് ടേം വ്യൂവിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 56 and 50 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ദെൻ 74 ഒരു മേജർ റെസിസ്റ്റൻസ് ആണ്. ദെൻ സൗത്ത് ഇന്ത്യൻ ബാങ്ക്, 2 ക്വാർട്ടർ ലാസ്റ്റ് 1 ഇയർ ആയിട്ട് ഈ സ്റ്റോക്കിൻ്റെ റിസൾട്ട് മോശമാണ്. പക്ഷേ ഇപ്പോഴത്തെ വാല്യൂഷൻ ഫെയർ ആണ്. വീണ്ടും ഈ സ്റ്റോക്കിൽ ഒരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ 18 ലെവലിലേക്ക് വരികയാണെങ്കിൽ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കുക. 24 ഒരു ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ് ആണ്. ദെൻ യൂക്കോ ബാങ്കാണ്. യൂക്കോ ബാങ്കിൻ്റെ വാല്യൂഷൻ ഫെയർ ആണ്. 44 ലെവൽ വരികയാണെങ്കിൽ ഫ്രഷ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. 44 ബ്രേക്ക് ആണെങ്കിൽ 40 ലെവൽ, 2 സ്റ്റേജായി ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. 55 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. എനിക്ക് തോന്നുന്നു ഈ പോർട്ട്ഫോളിയോ കുറച്ചുകൂടെ ബെറ്റർ റിസൾട്ട് വരുന്ന പോർട്ട്ഫോളിയോയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈ എപ്പിസോഡിൽ തന്നെ ചില സ്റ്റോക്കുകൾ സജസ്റ്റ് ചെയ്യുന്നുണ്ടായി. ഈ ആഴ്ച എന്തെങ്കിലും പ്രത്യേകിച്ച് മാർക്കറ്റിൻ്റെ ഈ കണ്ടീഷൻ കണക്കാക്കിക്കൊണ്ട് ഏതെങ്കിലും ഓഹരികൾ നിർദ്ദേശിക്കാനുണ്ടോ? നമുക്ക് കുറേ ഇപ്പോൾ കണ്ടിന്യൂസ് ലാസ്റ്റ് വീക്ക് റെക്കമെൻഡേഷൻ കൊടുത്ത് ഈ ആഴ്ചയും കൊടുക്കാം. നമുക്ക് കൊടുക്കാമെന്ന് വെച്ചാൽ ഒരു ഇമ്മീഡിയറ്റ് റിട്ടേൺ പ്രതീക്ഷിക്കാതെ ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരിക്കാം. പക്ഷേ പോസിറ്റീവായിട്ടുള്ള ഏഷ്യൻ പെയിൻറ്റ്സ് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സ്റ്റോക്കാണ്. അത് അൾട്രാടെക് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. TVS മോട്ടോഴ്സിൻ്റെ വാല്യൂഷൻ ഫെയർ ആണ്. ഈവൻ BHELൻ്റെ വാല്യൂഷൻ വളരെ ഫെയർ, ലോവർ വാല്യൂവിൽ നിൽക്കുകയാണ്. ആ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. അതിൽ കോട്ടക് മഹീന്ദ്ര ബാങ്ക്, ദെൻ ITC കൺസ്യൂമർ, നേരത്തെ അഭിലാഷ് പറഞ്ഞില്ല, ITC. അപ്പോൾ ഇങ്ങനെ ഏഷ്യൻ പെയിൻറ്റ്സ്, ITC, കോട്ടക് മഹീന്ദ്ര ബാങ്ക്, അൾട്രാടെക് സിമെൻറ്റ്, അങ്ങനെയുള്ള സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. ഇതൊക്കെ ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ ഇമ്മീഡിയറ്റ് റിട്ടേണിന് വേണ്ടിയിട്ടല്ല, പക്ഷേ ഇതൊക്കെ ഫണ്ടമെൻ്റലി സൗണ്ടാണ്. ഡൗൺ സൈഡ് റിസ്ക് ഈ സ്റ്റോക്കിലൊക്കെ തന്നെ വളരെ ലിമിറ്റഡ് ആണ്. പക്ഷേ അപ്പർ അൺലിമിറ്റഡ് ആണ് ഈ സ്റ്റോക്കിൻ്റെ ഒരു മൂവ്. ഒരു റൈഡ് മാർക്കറ്റിൽ സംഭവിച്ചാൽ ഈ ഏഷ്യൻ പെയിൻറ്റ്സും നമ്മുടെ അൾട്രാടെക്കും ഒക്കെ തന്നെ വളരെ ഈവൻ കോട്ടക് മഹീന്ദ്ര, ITC ഒക്കെ തന്നെ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു അപ്പ് മൂവിനുള്ള സാധ്യതയുണ്ട്. മാർക്കറ്റ് വാച്ചിൻ്റെ ഇലക്കം അവസാനിക്കുന്നു. വിപണി സംബന്ധിച്ച് നിങ്ങളുടെ സംശയങ്ങൾ തുടർന്നും എഴുതി അറിയിക്കുക. investment@asianews.in എന്ന ഇമെയിൽ വിലാസത്തിലാണ് അയക്കേണ്ടത്. ഹെഡ്ജ് ഗ്രീസിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ N. ഭുവനേന്ദ്രനാണ് മാർക്കറ്റ് വാച്ചിലൂടെ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുക. മാർക്കറ്റ് വാച്ചിനി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.